ഗോപിയേട്ടൻ ഉണ്ണിയേട്ടനായിട്ട് വന്നത്. മനു നന്ദകുമാറിന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അമേരിക്കയിൽ പോയി ബാലാമണി ഒട്ടും തന്നെ മാറാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ കാലങ്ങൾക്ക് ശേഷം മനു ബാലാമണിയെ മാറ്റിയെടുക്കുകയായിരുന്നു. ഇപ്പോൾ നാളുകൾക്ക് ശേഷം എല്ലാവരും അമ്പലപ്പാട്ട് തിരിച്ചിരിക്കുകയാണ്. വലിയ വലിയ കള്ള തിരുമാലികളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയണ എന്റെ ഭഗവാനെ. അമേരിക്കയിൽ പോയി സെറ്റിലായെങ്കിൽ പോലും ബാലാമണി ഒരിക്കലും തൻ്റെ ശീലങ്ങളൊന്നും തന്നെ മറന്നിട്ടില്ല. അമ്പലപ്പാട്ട് തിരികെ എത്തിയതോടെ ബാലാമണി പഴയ ബാലാമണിയായി തന്നെ മാറി. മനുവും ബാലാമണിയും ചേർന്ന് തൻ്റെ പഴയ കാറ് റിപ്പയറാക്കി എടുക്കാൻ പറ്റുമോ നോക്കുകയാണ്. അവരുടേതായ പ്രിയപ്പെട്ട ഇടങ്ങളിലെല്ലാം അവരവരുടേതായ സമയം കണ്ടെത്തി. ഇതാണ് മനുവിൻ്റെയും ബാലാമണിയുടെയും ഏക മകൾ കൃഷ്ണജ. കൃഷ്ണജയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മനുവും ബാലാമണിയും നാട്ടിലെത്തിയിരിക്കുന്നത്. മനുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അമേരിക്കയിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുടെ മകനുമായാണ് കൃഷ്ണജയുടെ വിവാഹം നടത്താൻ പോകുന്നത്. ഇനിയുള്ള കാലം തൻ്റെ അമ്മ ഒറ്റയ്ക്ക് കഴിയണ്ട എന്ന് മനു തീരുമാനിച്ചു. ഉണ്ണിയമ്മയുടെ മരണത്തിന് ശേഷം ഒറ്റപ്പെട്ടുപോയ തങ്കത്തിനെയും ബാലമാമയെയും മനുവും ബാലാമണിയും ചേർന്ന് ഒന്നിപ്പിച്ചു. മറ്റു രണ്ട് അമ്മമാരുടെ മരണത്തിന് ശേഷം ഒറ്റപ്പെട്ടുപോയ പാർക്കുട്ടിയമ്മയെ തങ്കം കൂടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് ആൾ ILT ഒക്കെ കഴിഞ്ഞപ്പോൾ വലിയ എഞ്ചിനീയർ ആയിരിക്കുകയാണ്. അമ്മ ജാനകി കാണാൻ പറ്റുമ്പോഴെല്ലാം ഓടിയെത്തും. കുമ്പിടി എന്ന വേഷമൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ പാലാരിവട്ടം ശശിയായി തന്നെ ശകുന്തളയെ വിവാഹം ചെയ്ത് വളരെ സന്തോഷവാനായി കഴിയുന്നു. അമ്പലപ്പാട്ട് തറവാട്ടിൽ വീണ്ടും കല്യാണ ഒരുക്കങ്ങൾ തുടങ്ങി. മനുവിൻ്റെയും ബാലാമണിയുടെയും മകളുടെ വിവാഹത്തിനായി എല്ലാവരും തന്നെ എത്തി. ഉണ്ണിയമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ തിരിയൊക്കെ കൊളുത്തി രാവിലെ തന്നെ എല്ലാവരും ഗുരുവായൂർ അമ്പലം നടയിലേക്ക് ഇറങ്ങി. എല്ലാവരുടെയും രാവിലെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് എല്ലാവരും തന്നെ കല്യാണത്തിനായി. ഇതാണ് മനുവിൻ്റെയും ബാലാമണിയുടെയും മകളും മരുമകനും. ഗുരുവായൂരമ്പലം നടയിൽ വെച്ച് ആ വിവാഹവും കഴിഞ്ഞു. മനുവും ബാലാമണിയും ഗുരുവായൂരമ്പലം നടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ബാലാമണിക്ക് തൻ്റെ ഉണ്ണിയേട്ടൻ്റെ സാന്നിധ്യം അവിടെയൊക്കെ അറിയാം. താൻ വരുമ്പോഴെല്ലാം തൻ്റെ ഉണ്ണിയേട്ടൻ അവിടെ തനിക്ക് മുമ്പിലുണ്ട് എന്നൊരു ഉറപ്പ് തന്നെയാണ് ബാലാമണി. തൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ ദിവസം ഗുരുവായൂരമ്പല നടയിൽ ഉണ്ണികൃഷ്ണൻ്റെ, അതായത് ബാലാമണിയുടെ സ്വന്തം ഉണ്ണിയേട്ടൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി ബാലാമണി അവിടെ നിന്ന് തൻ്റെ ആ പഴയ ജീവിതം ഓർത്ത് കരയുകയായിരുന്നു. ഇന്നും ബാലാമണിക്കൊപ്പം തന്നെയാണ് തൻ്റെ സ്വന്തം ഉണ്ണിയേട്ടൻ.